ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ലോറേഞ്ചിലെ ഒരു നിയോജക മണ്ഡലത്തിൽ അപ്പനെ മാറ്റി നിർത്തിയിട്ട് മകൻ സ്ഥാനാർത്ഥിയായ കഥ സരസമായി അവതരിപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ തിരക്കി ഞങ്ങൾക്ക് നാട്ടിൽ കഥാനായകന്റെ പിതാവുമായി ആത്മബന്ധമുള്ള ചിലർ പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ സത്യത്തിൽ ചങ്ക് തകർന്നുപോയി. കഥാനായകൻ താജ്മഹലിന്റെ സൃഷ്ടാവായ ഷാജഹാൻ ചക്രവർത്തിയെ തടവിലാക്കി അധികാരം പിടിച്ചെടുത്ത ഔറംഗസീബിന്റെ പുനർജന്മമാണോ എന്ന് പോലും സംശയമുണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ പിതാവിന്റെ മറ്റു രണ്ടു മക്കളുടെയും മുഴുവൻ സ്വത്തും ഈ മകൻ അടിച്ചുമാറ്റി. ഇയാളുടെ സഹോദരി ഭർത്താവിനെ 2021 തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കുവാൻ പിതാവ് തീരുമാനിച്ചിരുന്നെങ്കിലും ഇയാളുടെ ശക്തമായ എതിർപ്പ് മൂലം സാധിച്ചില്ല. പിന്നീട് അയാൾ മറ്റേതോ ബാനറിൽ അവിടെ മത്സരിച്ചിരുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ പിതാവിനെ മാറ്റി മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ ഇയാൾ അരയും തലയും മുറുക്കി ഇറങ്ങിയിരുന്നുവെങ്കിലും ചില പാർട്ടി നേതാക്കളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ആ ആഗ്രഹം തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് പൂട്ടേണ്ടി വന്നു. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റിൽ മത്സരിക്കണമെന്ന് പിതാവ് അത്യാഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ പിന്നിലും ഇയാളായിരുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഏതായാലും കഴിഞ്ഞ 10 വർഷത്തെ ആ ക്ഷീണ പരിശ്രമം മൂലം പിതാവിനെ മൂലക്കിരുത്തി സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നത് ചെറിയൊരു കാര്യമല്ല. കോട്ടയം ജില്ലയിലെ പ്രമുഖനായ ഒരു നേതാവാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഇയാളെ കൈയയച്ച് സഹായിച്ചു കൊണ്ടിരുന്നത്. എറണാകുളം ജില്ലയിൽ നിന്നും കോട്ടയത്ത് വന്ന് ആള് കളിക്കുന്ന നേതാവ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും അയാളെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. മാതാവ് ആരോഗ്യപരമായി ബുദ്ധിമുട്ടിലായി കിടപ്പ് രോഗിയായിരുന്നപ്പോൾ പോലും ഈ യുവ നേതാവോ ഭാര്യയോ മക്കളോ അവരെ ഒന്ന് കാണുവാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് ഇയാളോട് അടുത്ത വൃത്തങ്ങൾ സങ്കടത്തോടു കൂടി പറയുന്നത്. ഭാര്യയുടെ മരണശേഷം ഒരു സഹായിയോടൊപ്പം കഞ്ഞി വെച്ച് കുടിച്ച് തനിച്ച് താമസിച്ചിരുന്ന പിതാവിനെ ഒരിക്കലെങ്കിലും പോയി കാണുവാൻ ഇയാൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. നാളെ പൊതുമണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ ആളുകൾ കുറ്റം പറയരുത് എന്ന് വിചാരിച്ചെങ്കിലും ഇയാൾക്ക് പിതാവിനെ കാണാൻ പോകാമായിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് നിന്നിരുന്ന ഷാജഹാൻ ചക്രവർത്തിയെ അധികാരം കൈക്കലാക്കുവാൻ വേണ്ടി ബന്ധിതനാക്കിയ മകൻ ഔറംഗസീബിനെയാണ് ഇപ്പോൾ നാട്ടുകാർ ഈ മകനോട് ഉപമിക്കുന്നത്. ഒരിക്കൽ കൂടി മത്സരിക്കുകയും മന്ത്രിയാകുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന പിതാവിനോട് ഈ ക്രൂരത ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ഈ കുടുംബത്തോട് അടുത്തു നിൽക്കുന്ന ചിലരെങ്കിലും പങ്കുവെക്കുന്നു. ഔറംഗസീബ് ഷാജഹാനോട് ഒരു ഔദാര്യം കാണിച്ചു. ഷാജഹാൻ മുംതാസിന് വേണ്ടി നിർമ്മിച്ച ആ അത്ഭുത നിർമ്മിതി കണ്ണു നിറച്ച് കാണാവുന്ന രീതിയിലാണ് പിതാവിനെ തടവറയിൽ പാർപ്പിച്ചിരുന്നത്. ഇവിടെ ഈ പിതാവ് വർഷങ്ങളോളം പണിയെടുത്ത് നിർമ്മിച്ച നാടിന്റെ നേർക്കാഴ്ചകൾ കാണുവാനുള്ള അവസരം ഈ മകൻ കൊടുക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.